ഹലോ എവരി വൺ, ബയോകെമിസ്ട്രി ക്വസ്റ്റ്യൻ സീരീസിൻ്റെ സെക്കൻഡ് പാർട്ടിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് കാർബോഹൈഡ്രേറ്റ്സിന് ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് MCQs ആണ്. അതിൻ്റെ എക്സ്പ്ലനേഷനും കണ്ടു. അതിൻ്റെ ബാലൻസ് പോർഷനാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ദ മോണോമർ യൂണിറ്റ് ഇൻ ലാക്ടോസ് ആർ ഓപ്ഷൻസ് glucose and glucose. Second option glucose and galactose. Third option fructose and galactose. And the fourth option galactose and galactose. സോ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. ലാക്ടോസ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, ഇറ്റ് ഇസ് എ ഡൈസാക്രൈഡ്. രണ്ട് മോണോമർ യൂണിറ്റ്സ് കമ്പൈൻ ചെയ്ത് ഉണ്ടാവുന്ന, അല്ലെങ്കിൽ രണ്ട് മോണോസാക്രൈഡ് യൂണിറ്റുകൾ കമ്പൈൻ ചെയ്തുണ്ടാവുന്ന ഒരു ഡൈസാക്രൈഡാണ് ലാക്ടോസ്. അപ്പോൾ ലാക്ടോസിനെ നമ്മൾ ഹൈഡ്രോളൈസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് രണ്ട് മോണോസാക്രൈഡ്സ് കിട്ടും. അപ്പോൾ രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള മോണോമർ യൂണിറ്റ്സ് ചേർന്നിട്ടാണ് നമ്മുടെ ലാക്ടോസ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അത് ആരൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ റൈറ്റ് ഓപ്ഷൻ ഈസ് ഗ്ലൂക്കോസ് ആൻഡ് ഗാലക്ടോസ്. ഗ്ലൂക്കോസും ഗാലക്ടോസും കൂടെ ഒരു ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് വഴി കണക്റ്റഡ് ആകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഡൈസാക്രൈഡിനെയാണ് ലാക്ടോസ് എന്ന് പറയുന്നത്. സോ ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ സൂക്രോസ് എന്ന് പറയുമ്പോൾ ഗ്ലൂക്കോസും ഫ്രക്ടോസും കൂടെ ചേരുമ്പോഴാണ് സൂക്രോസ് കിട്ടുക. ലാക്ടോസ് എന്ന് പറയുമ്പോൾ ഗ്ലൂക്കോസും ഗാലക്ടോസും കൂടെ കമ്പൈൻ ചെയ്യുന്നതാണ്. ദെൻ മാൾട്ടോസ് എന്ന് പറയുമ്പോൾ രണ്ട് ഗ്ലൂക്കോസ് യൂണിറ്റുകളുടെ കോമ്പിനേഷൻ വഴി ഉണ്ടാകുന്ന ഡൈസാക്രൈഡിനെയാണ് മാൾട്ടോസ് എന്ന് പറയുന്നത്. അതുപോലെ റാഫിനോസ്. അപ്പോൾ അങ്ങനത്തെ ഉള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയിരിക്കുക. ഇപ്പം ഡൈസാക്രൈഡ്സോ ട്രൈസാക്രൈഡ്സോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോളിസാക്രൈഡിനകത്തൊക്കെ മോണോമർ യൂണിറ്റുകൾ ഏതാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കിയിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ ഹെട്രോപോളിസാക്രൈഡ്? ഹെട്രോപോളിസാക്രൈഡ് ഏതാണ് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് ഉണ്ട്: സെല്ലുലോസ്, ഗ്ലൈക്കോജൻ, ഹെപ്പാരിൻ, കൈറ്റിൻ. അപ്പോൾ ഈ കൂട്ടത്തിൽ ഈ 4 ഓപ്ഷൻസിൽ ഹെട്രോപോളിസാക്രൈഡ് എന്താണ്? അപ്പോൾ എന്താ ഹെട്രോപോളിസാക്രൈഡ് എന്നറിയണം. ഹെട്രോപോളിസാക്രൈഡ് എന്ന് പറയുമ്പോൾ വേറെ ഒന്നുമില്ല, ആ നെയിമിൽ തന്നെ ഉണ്ട് ഹെട്രോ. പോളിസാക്രൈഡ്സിനെ നമുക്ക് വേണമെങ്കിൽ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം: ഹെറ്ററോപോളിസാക്രൈഡ്സ് ആൻഡ് ഹോമോപോളിസാക്രൈഡ്സ്. ഹോമോപോളിസാക്രൈഡ്സ് എന്ന് പറയുമ്പോൾ ഒരു സിംഗിൾ ടൈപ്പ് ഓഫ് മോണോമറിക് യൂണിറ്റ്സ് ചേർന്നുണ്ടാവുന്ന ഒരു ലോങ് പോളിസാക്രൈഡ്, അതാണ് ഹോമോപോളിസാക്രൈഡ്. എക്സാമ്പിൾ നമ്മുടെ സ്റ്റാർച്ച്. ഗ്ലൂക്കോസ് യൂണിറ്റുകൾ ചേർന്നാണ് സ്റ്റാർച്ച് ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ സെല്ലുലോസ്. അപ്പോൾ അങ്ങനെയുള്ളത്. അല്ലെങ്കിൽ ഇപ്പോൾ ഇനുലിൻ എന്ന് പറയുമ്പോൾ ഫ്രക്ടോസ് യൂണിറ്റുകൾ ചേർന്നുണ്ടാവുന്ന ലോങ് പോളിമറാണ് നമ്മുടെ ഇനുലിൻ എന്ന് പറയുന്നത്. അപ്പോൾ അവിടേക്ക് നോക്കുമ്പോൾ ഒരു സിംഗിൾ ടൈപ്പ് ഓഫ് മോണോമർ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതാണ് ഹോമോപോളിസാക്രൈഡ്സ്. ഇതിന് ജസ്റ്റ് ഓപ്പോസിറ്റാണ് ഹെട്രോ മീൻസ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മോണോസാക്രൈഡ്സ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മോണോമറിക് യൂണിറ്റ്സ് ചേർന്നുണ്ടാവുന്ന ലോങ് പോളിമറിക് ചെയിൻസിനെയാണ് ഹെട്രോപോളിസാക്രൈഡ് എന്ന് പറയുന്നത്. ഒന്നിലധികം എന്നുള്ളതല്ല, ഡിഫറെൻ്റ് ആയിട്ടുള്ള മോണോമർ യൂണിറ്റ്സ് ചേർന്നായിരിക്കും ഒരു ഹെട്രോപോളിസാക്രൈഡ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഓപ്ഷൻസ് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. ഫസ്റ്റ് ഓപ്ഷൻ സെല്ലുലോസ് ആണ്. ഇറ്റ്സ് ഡെഫിനറ്റ്ലി ഹോമോപോളിസാക്രൈഡ്. അതൊരിക്കലും ഹെട്രോ അല്ല, അതൊരു ഹോമോപോളിസാക്രൈഡ് ആണ്. ബിക്കോസ് സെല്ലുലോസ് ഉണ്ടാക്കിയിരിക്കുന്നത് ബീറ്റാ ഡി ഗ്ലൂക്കോസ് യൂണിറ്റുകൾ ചേർന്നിട്ടാണ്. ബീറ്റ ഫോമിലുള്ള ഗ്ലൂക്കോസ് യൂണിറ്റ് ചേർന്നിട്ടാണ് സെല്ലുലോസ് ഉണ്ടായിരിക്കുന്നത്. ഗ്ലൈക്കോജൻ നമുക്കറിയാം, ഗ്ലൂക്കോസ് നമ്മുടെ ബോഡിയിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് ഗ്ലൈക്കോജനായിട്ടാണ്. അപ്പോൾ അവിടുത്തെയും ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് ഗ്ലൂക്കോസ് ആണ്. ഗ്ലൂക്കോസ് ആക്ച്വലി വേറൊരു ഫോമിലായിട്ടാണ് ഗ്ലൈക്കോജൻ ആയിട്ട് മാറുന്നത്. ജസ്റ്റ് ലീവ് ഇറ്റ്. എന്താണെങ്കിലും അവിടെയും ഒരു ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് ഒരു സിംഗിൾ ടൈപ്പാണ്. ദെൻ കൈറ്റിൻ ഉണ്ട്. ഓക്കെ, കൈറ്റിൻ എന്ന് പറയുന്നതും ഒരു ഹോമോപോളിസാക്രൈഡ് തന്നെയാണ്. ഓർത്തിരിക്കുക, N-അസറ്റൈൽ അമിനോ ഗ്ലൂക്കോസ്, അതായത് ഗ്ലൂക്കോസിൻ്റെ ഒരു അമിനോ ഡെറിവേറ്റീവ് ആയിട്ടുള്ള N-അസറ്റൈൽ അമിനോ ഗ്ലൂക്കോസ് യൂണിറ്റുകൾ ചേർന്നിട്ടാണ് നമ്മുടെ കൈറ്റിൻ ഉണ്ടായിരിക്കുന്നത്. സോ ഇറ്റ് ഈസ് എ ഹോമോപോളിസാക്രൈഡ്. പിന്നെന്താ ബാക്കിയുള്ളത്? ഹെപ്പാരിൻ. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ആൻസർ കിട്ടിയിട്ടുണ്ട്, ബിക്കോസ് ബാക്കി 3 ഹോമോപോളിസാക്രൈഡ് ആണ്. സോ ഒബ്വിയസ്ലി ഹെട്രോപോളിസാക്രൈഡ് എന്ന് പറയുന്നത് ഹെപ്പാരിൻ ആയിരിക്കും. ഹെപ്പാരിനാണ് ഒരു ഹെട്രോപോളിസാക്രൈഡ്. അല്ല മോണോമർ യൂണിറ്റ്സ് ഞാൻ പറയാം.
യൂറോണിക് ആസിഡ് ആൻഡ് ഗ്ലൂക്കോസമീൻ. യൂറോണിക് ആസിഡ് ഗ്ലൂക്കോസമീനും കൂടെ 1,4 ലിങ്കേജ് വഴി കണക്റ്റഡായി നമുക്ക് കിട്ടുന്നതാണ് ഹെപ്പാരിൻ. അതായത് യൂറോണിക് ആസിഡിൻ്റെയും ഗ്ലൂക്കോസമീനിൻ്റെയും കൂടെ ഒരു ഡൈസാക്രൈഡ് ആയിരിക്കും അവിടുത്തെ ബേസിക് മോണോമർ യൂണിറ്റ് എന്ന് പറയുന്നത്. ആ യൂണിറ്റ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും. സോ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ബേസിക് യൂണിറ്റ്സ് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ മോണോമേഴ്സ് വന്നിട്ടുണ്ട്. സോ ഹെപ്പാരിന് നമുക്കൊരു ഹെട്രോ പോളിസാക്രൈഡ് എന്ന് വിളിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ലിങ്കേജ് പ്രസൻറ്റ് ഇൻ സുക്രോസ് ഈസ് ഓപ്ഷൻസ് ആൽഫ 1,2 ലിങ്കേജ്, ബീറ്റ 1,2 ലിങ്കേജ്, ആൽഫ 1,4 ലിങ്കേജ്, ബീറ്റ 1,4 ലിങ്കേജ്. അപ്പോൾ സുക്രോസ് എന്ന് പറയുന്ന ഡൈസാക്രൈഡ് പ്രസൻ്റ് ആയിട്ടുള്ള ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് ഏതാണ് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ദ റൈറ്റ് ആൻസർ ഇസ് ആൽഫ 1,2 ഗ്ലൈക്കോസിഡിക് ലിങ്കേജ്. സോ സുക്രോസ് മോളിക്യൂള് കൺസിഡർ ചെയ്യുമ്പോഴത്തേനെ അതിൽ ഗ്ലൂക്കോസും ഫ്രക്ടോസും, സുക്രോസ് അറിയാം ഇറ്റ് ഇസ് എ ഡൈസാക്രൈഡ്, അതുണ്ടായിരിക്കുന്നത് ഗ്ലൂക്കോസും ഫ്രക്ടോസും കൂടെ ചേർന്നിട്ടാണ് സുക്രോസ് ഫോം ചെയ്തിരിക്കുന്നത്. ഗ്ലൂക്കോസിനകത്ത് ഫസ്റ്റ് കാർബൺ, അതാണ് ഗ്ലൂക്കോസിലെ അനോമറിക് കാർബൺ. അതുപോലെ ഫ്രക്ടോസിനകത്ത് സെക്കൻഡ് കാർബൺ. ഗ്ലൂക്കോസിലെ ഫസ്റ്റ് കാർബണും ഫ്രക്ടോസിലെ സെക്കൻഡ് കാർബണും തമ്മിൽ ഒരു ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് വഴി കണക്റ്റഡ് ആകുമ്പോൾ നമുക്ക് റിസൾട്ടിംഗ് ആയിട്ട് ഉണ്ടാവുന്ന ഡൈസാക്രൈഡാണ് സുക്രോസ് എന്ന് പറയുന്നത്. സോ ദ റൈറ്റ് ആൻസർ വിൽ ബി ആൽഫ 1,2 ഗ്ലൈക്കോസിഡിക് ലിങ്കേജ്. ആൽഫ 1,2 ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് ആണ് സുക്രോസിൽ പ്രസൻ്റ് ആയിട്ടുള്ള ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് എന്ന് പറയുന്നത്, ഓർത്തിരിക്കുക. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് ദ മോണോമർ യൂണിറ്റ് ഓഫ് സെല്ലുലോസ് ഇസ് ഓപ്ഷൻസ് ആൽഫ ഡി ഗ്ലൂക്കോസ്, ബീറ്റ ഡി ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ദെൻ ഗാലക്ടോസ്. സെല്ലുലോസ് എന്ന് പറയുന്ന പോളിസാക്രൈഡിനകത്ത് മോണോമർ യൂണിറ്റ് ഏതാണ് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നേരത്തെ നമ്മൾ കഴിഞ്ഞ എക്സ്പ്ലനേഷൻസിൽ ഇത് വന്നിട്ടുണ്ട്. സെല്ലുലോസ് എന്ന് പറയുന്നത് ബീറ്റ ഡി ഗ്ലൂക്കോസ് യൂണിറ്റുകൾ ചേർന്നുണ്ടാകുന്ന ഒരു പോളിസാക്രൈഡാണ്. കൺഫ്യൂസ്ഡ് ആവരുത്, സ്റ്റാർച്ചും സെല്ലുലോസും രണ്ടും പോളിസാക്രൈഡാണ്. രണ്ടും ഉണ്ടായിരിക്കുന്നത് ഗ്ലൂക്കോസ് യൂണിറ്റുകൾ ചേർന്നിട്ട് തന്നെയാണ്. പക്ഷേ എന്താണ് ഡിഫറൻസ് എന്ന് ചോദിച്ചാൽ ഗ്ലൂക്കോസ് യൂണിറ്റ് രണ്ട് ഫോമിൽ എക്സിസ്റ്റ് ചെയ്യാറുണ്ട്. ആൽഫ ഡി ഗ്ലൂക്കോസും ബീറ്റ ഡി ഗ്ലൂക്കോസും രണ്ട് ഫോമാണ്, ആൽഫ ഫോം ആൻഡ് ബീറ്റ ഫോം. അപ്പോൾ അതിൽ ആൽഫ ഗ്ലൂക്കോസ് യൂണിറ്റുകൾ ചേർന്നിട്ടാണ് നമ്മുടെ സ്റ്റാർച്ച് ഉണ്ടായിരിക്കുന്നത്. ബീറ്റ ഗ്ലൂക്കോസ് യൂണിറ്റുകൾ ചേർന്നിട്ടാണ് സെല്ലുലോസ് ഉണ്ടായിരിക്കുന്നത്. സോ സെല്ലുലോസിൽ ബീറ്റ 1,4 ലിങ്കേജ് ആണ്, ഗ്ലൂക്കോസിനകത്ത് ആൽഫ 1,4 ലിങ്കേജ് ആയിരിക്കും. ഓക്കെ, ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് ഓക്സിഡേഷൻ ഓഫ് ഗ്ലൂക്കോസ് വിത്ത് ബ്രോമിൻ വാട്ടർ ഗീവ്സ് ഓപ്ഷൻസ് ഗ്ലൂക്കോണിക് ആസിഡ്, ഓക്സാലിക് ആസിഡ്, ഗ്ലൂക്കോസാരിക് ആസിഡ്, ഗ്ലൂക്കോറിക് ആസിഡ്. ഓക്കെ, സോ ഇതിനകത്ത് ക്വസ്റ്റ്യൻ ഏതാണ്? ഗ്ലൂക്കോസിന് ബ്രോമിൻ വാട്ടറുമായിട്ട് ഓക്സിഡേഷൻ നടന്ന് കഴിയുമ്പോൾ കിട്ടുന്ന ആസിഡ് എന്താണ്, അല്ലെങ്കിൽ പ്രോഡക്റ്റ് എന്താണ് എന്നുള്ളതാണ്. സോ ഗ്ലൂക്കോസിൻ്റെ സ്ട്രക്ചർ അനലൈസ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഗ്ലൂക്കോസിനകത്ത് ഒരു ആൽഡിഹൈഡ് ഗ്രൂപ്പ് ഉണ്ടാവും, പിന്നെ ഒരു 5 OH ഹൈഡ്രോക്സിൽ ഗ്രൂപ്പും പ്രസൻ്റ് ആയിട്ടുണ്ടാവും, ഫങ്ഷണൽ ഗ്രൂപ്പ് എന്നുള്ള രീതിയിൽ. ബ്രോമിൻ വാട്ടർ എന്ന് പറയുന്നത് വീക്കായിട്ടുള്ള ഒരു ഓക്സിഡൈസിങ് ഏജൻ്റാണ്, അത്ര പവർഫുൾ ഒന്നുമല്ല. സോ ബ്രോമിൻ വാട്ടർ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഗ്ലൂക്കോസുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഗ്ലൂക്കോസിനകത്ത് പ്രസൻ്റ് ആയിട്ടുള്ള ആൽഡിഹൈഡ് ഗ്രൂപ്പിനെ മാത്രം അത് ഓക്സിഡൈസ് ചെയ്യും. ഗ്ലൂക്കോസിനകത്ത് ആൽഡിഹൈഡ് ഗ്രൂപ്പിനെ ഓക്സിഡൈസ് ചെയ്തുകൊണ്ട് അതിന് ആസിഡ് ഗ്രൂപ്പ് COOH എന്ന് പറയുന്ന കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പാക്കി മാറ്റും. സോ നമുക്ക് ഫൈനലി കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഗ്ലൂക്കോണിക് ആസിഡ് ആയിരിക്കും. ഗ്ലൂക്കോസിന് ബ്രോമിൻ വാട്ടറുമായിട്ട് ഓക്സിഡേഷൻ നടന്ന് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫൈനൽ പ്രോഡക്റ്റ് ഗ്ലൂക്കോണിക് ആസിഡാണ്. ഓക്കെ, ഒരു ഹൈഡ്രോക്സിൽ ഗ്രൂപ്പിനെയും ഇത് ഓക്സിഡൈസ് ചെയ്തിട്ട് ആസിഡ് ഗ്രൂപ്പാക്കി മാറ്റില്ല. ബിക്കോസ് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ബ്രോമിൻ വീക്കായിട്ടുള്ള ഒരു ഓക്സിഡൈസിങ് ഏജൻ്റാണ്. സോ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പിനെ കൂടി ഓക്സിഡൈസ് ചെയ്യിക്കാനുള്ള എബിലിറ്റി അതിനില്ല. ബട്ട് സെയിം ഗ്ലൂക്കോസിനെ തന്നെ നമ്മൾ നൈട്രിക് ആസിഡുമായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നതെങ്കിൽ ഡിഫറെൻറ്റ് പ്രോഡക്റ്റ് ആയിരിക്കും നമുക്ക് കിട്ടുക.
ബിക്കോസ് നൈട്രിക് ആസിഡ് ഒരു പവർഫുള്ളായിട്ടുള്ള ഓക്സിഡൈസിങ് ഏജൻ്റാണ്. സോ അത് ആൽഡിഹൈഡ് ഗ്രൂപ്പിനെ ഓക്സിഡൈസ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഏറ്റവും ടെർമിനലായിട്ടുള്ള ഹൈഡ്രോക്സിൽ ഗ്രൂപ്പിനെയും അത് ഓക്സിഡൈസ് ചെയ്ത് ആസിഡ് ഗ്രൂപ്പാക്കി മാറ്റുന്നുണ്ട്. സോ അവിടെ പ്രോഡക്റ്റ് ഡിഫറെൻ്റ് ആയിരിക്കും. സോ അത് റിയേജൻറ്റ് നോക്കി ആൻസർ ചെയ്യാം. ഓക്കെ.